ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്നു പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും എന്ന് ക്രിസ്തു തൻ്റെ അനുയായികളോട് പറയുകയുണ്ടായി. ഈ വിഷയത്തെ ആധാരമാക്കിയുള്ള പ്രസംഗം ഒരു സ്ത്രീ കേൾക്കുവാനിടയായി. അതൊന്ന് പരീക്ഷിച്ചു നോക്കുവാൻ തന്നെ അവൾ തീരുമാനിച്ചു. തൻ്റെ ഭവനത്തിൻ്റെ മുൻപിലുണ്ടായിരുന്ന വലിയ മല സമുദ്രത്തിലേക്ക് നീങ്ങിപ്പോകണമെന്ന് അവൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 30 ദിവസം പ്രാർത്ഥിച്ചു. യാതൊരു ചലനവും മലയ്ക്കുണ്ടായില്ല. ഞാൻ അന്നേ വിചാരിച്ചതാണ് ഈ മല നീങ്ങിപ്പോകില്ലെന്ന് അവൾ സ്വയം പറഞ്ഞു. ക്രിസ്തു പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പ്രാർത്ഥിച്ച ആ സ്ത്രീയുടെ ബുദ്ധിശൂന്യതയെക്കുറിച്ച് സഹതപിക്കുന്നവരായിരിക്കാം നമ്മിൽ പലരും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയും ഏതാണ്ട് ഇതൊക്കെ തന്നെയല്ലേ? നമ്മുടെ ബുദ്ധി, വികാരം, സങ്കല്പം, ആഗ്രഹം മുതലായ മാനുഷിക ശക്തികളെ ദൈവിക ശക്തിപ്രവാഹത്തിനുള്ള ഉപകരണങ്ങളാക്കുകയും അവയെ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും വേണം. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന പ്രതീക്ഷ ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള അനുകൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്നു. പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കില്ലെന്ന് പ്രതീക്ഷിച്ചാൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം നാം വഴിമുടക്കുകയാണ് ചെയ്യുന്നത്. ഭയമെന്നത് പ്രതീക്ഷയുടെ മറ്റൊരു ഭാവമാണ്. സന്തോഷം നൽകാത്തതോ അസുഖകരമോ ആയ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ആശങ്കയാണ് ഭയം. പലരും നിരാശരായി തീരുമ്പോൾ പറയാറുണ്ട്, എനിക്കതിൽ അത്ഭുതമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. എന്തുതന്നെയായാലും ഒടുവിൽ നന്മ വരുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മുടെ പ്രാർത്ഥനയെ സഫലമാക്കി തീർക്കുന്നത്. നാം പിടിച്ചിരിക്കുന്ന ദുർബലമായ വടികൾ അറ്റുപോകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും കുറവ് നമുക്ക് ബോധ്യമാകുന്നത്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെക്കുറിച്ചും സാമീപ്യത്തെക്കുറിച്ചുമുള്ള പൂർണ്ണമായ ബോധ്യമാണ് വിശ്വാസം. ഇങ്ങനെയുള്ളവരെ രോഗം ബാധിച്ചിരിക്കാം, എന്നാൽ ആത്മാവിന് ആരോഗ്യമുണ്ടായിരിക്കും. 116 സങ്കീർത്തനം 8 വാക്യം. നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.